ഒരുപാട് വർഷമായി മുരുകമന്ത്രങ്ങൾ ജപിക്കുന്ന വ്യക്തിയാണ് വിക്രം. പക്ഷേ എന്തുകൊണ്ടോ ഒരു പരിധിക്ക് മുകളിൽ ധ്യാനം ആഴത്തിൽ കൊണ്ടുപോകാനോ മുരുകൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാനോ കഴിഞ്ഞിരുന്നില്ല. ഇതിനുള്ള പരിഹാരമായി പഴനിയിലെ ഒരു സിദ്ധയോഗിയിൽ നിന്നും മുരുകസാധന ദീക്ഷയെ സ്വീകരിച്ചു. അതിൻ്റെ 11ാം നാൾ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ മുരുകൻ പ്രത്യക്ഷനാവുകയും ചെയ്തു. മുരുകസാധനകൾ ശരിയായി അഭ്യസിച്ചാൽ ഇതായിരിക്കും നിങ്ങൾക്കും സംഭവിക്കുക. ഷൺമുഖനെ 2 രീതിയിൽ സമീപിക്കാം. 1 ഭക്തിമാർഗം, 2 സാധനാമാർഗം. ഇതിൽ ഭൂരിഭാഗം വ്യക്തികളും ഭക്തിമാർഗത്തെ ഫോളോ ചെയ്യുന്ന ഉപാസകരാണ്. അതുകൊണ്ട് ഇവർക്കായിരിക്കും മുരുകൻ്റെ സാന്നിധ്യം മറ്റാരേക്കാളും വേഗത്തിൽ അനുഭവിക്കാൻ ശക്തി ഉണ്ടാവുക. എന്നാൽ സാധനാമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് മുരുകൻ്റെ സാന്നിധ്യത്തിന് പുറമെ അദ്ദേഹത്തിൻ്റെ കുണ്ടലിനി ശക്തികൾ യോഗ്യത അനുസരിച്ച് സ്വന്തമാക്കാനും അനുമതിയുണ്ടാകും. വ്യക്തമാക്കാം. സിദ്ധപരമ്പരയുടെ മഹാഗുരുക്കന്മാരായ 18 സിദ്ധരിൽ 6 പേരും മുരുകനുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. അവർ സമ്പാദിച്ച രഹസ്യജ്ഞാനത്തിനും സിദ്ധികൾക്കും മുരുകസാധനകളാണ് കാരണമായതെന്ന് തുറന്നു സമ്മതിക്കുന്ന രചനകളും ഇന്ന് നിലവിലുണ്ട്. അതായത് ആർക്കെല്ലാം മുരുകനെ അനുഭവിച്ചാൽ മാത്രം പോരാ, പകരം അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ ജ്ഞാനങ്ങളും ഊർജങ്ങളും സ്വന്തമാക്കണമെന്ന ആഗ്രഹമുണ്ടോ അവർ ഭക്തിമാർഗത്തിനൊപ്പം മുരുകനുമായി ബന്ധമുള്ള സിദ്ധ സാധനകളും അഭ്യസിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇവയിൽ ഏറ്റവും ശക്തിയേറിയ 3 വിദ്യകളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് ഷൺമുഖ മന്ത്രം. മുരുകനെ സ്നേഹിക്കുന്ന ഓരോ ഭക്തർക്കും ഈ മന്ത്രത്തെപ്പറ്റി അറിയാതിരിക്കാൻ വഴിയില്ല. പല നൂറ്റാണ്ടുകളായി സിദ്ധ വാസയോഗ പരമ്പരയിലെ യോഗികൾക്ക് അത്ഭുതകരമായ മാറ്റങ്ങൾ സമ്മാനിച്ച ഒരു മന്ത്രമാണിത്. എന്തുകൊണ്ട്? മന്ത്രത്തിൻ്റെ പാറ്റേണിൽ അടങ്ങിയിരിക്കുന്ന ഈ 6 ശബ്ദങ്ങൾ ശരീരത്തിലെ 6 ചക്രങ്ങളെ ഉണർത്താൻ ശേഷിയുള്ളതാണ്. ഇവ തുടർച്ചയായി അതിൻ്റെ കൃത്യമായ ടോണിൽ ജപിച്ചാൽ ചക്രങ്ങളിൽ നിന്നും ഊർജങ്ങൾ തിരിച്ച് ഇടാപിംഗള നാഡികളിലൂടെ സഞ്ചരിക്കും. ഈ പ്രക്രിയ പൂർത്തിയാവുമ്പോഴാണ് ഷൺമുഖനെക്കുറിച്ച് മറ്റാർക്കും അറിയാത്ത രഹസ്യങ്ങൾ സിദ്ധയോഗികൾ അറിയുന്നത്. സ്വാഭാവികമായും ഇത് ജപിക്കുന്ന നിങ്ങൾക്കും അർഹമായ നേട്ടങ്ങൾ തീർച്ചയായും വന്നുചേരും. രണ്ടാമത്തേതാണ് വേൽ ദീക്ഷ. വേലിനെ മുരുകൻ്റെ ആയുധമായി കാണുന്നവരാണ് ഭൂരിഭാഗം ജനങ്ങളും. എന്നാൽ ഇത് മനുഷ്യ ശരീരത്തിലെ സുഷുമ്നാ നാഡിയെയും ആജ്ഞാചക്രത്തെയും സൂചിപ്പിക്കുന്ന കോഡാണെന്ന് വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയൂ. വ്യക്തമാക്കാം. വേലിൻ്റെ ഈ ഭാഗത്തെ നിങ്ങളുടെ നട്ടെല്ലായും ഏറ്റവും മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ ആജ്ഞാചക്രമായും ഇമാജിൻ ചെയ്യുക. ശേഷം ശ്വാസം ഉള്ളിലേക്കെടുക്കുമ്പോൾ നട്ടെല്ലിലും പുറത്തേക്ക് വിടുമ്പോൾ നെറ്റിയുടെ നടുവിലും മാറി മാറി ശ്രദ്ധ കൊണ്ടുവരിക. ഇതിനെയാണ് വേൽ ദീക്ഷ എന്ന് പറയുന്നത്. ഈ സാധന 61 വയസ്സ് പൂർത്തിയായ ഒരു സിദ്ധയോഗിയിൽ നിന്ന് ദീക്ഷയായി സ്വീകരിച്ച് അഭ്യസിച്ചാൽ 6 മുഖ രൂപത്തിലുള്ള മുരുകൻ സ്വപ്നത്തിൽ പ്രത്യക്ഷമാകുമെന്നാണ് വിശ്വാസം. എന്നാൽ അതേസമയം ജനനമരണ ചക്രത്തിൻ്റെ അവസാനമെത്തിയവർക്കും മുരുകനുമായി പല ജന്മങ്ങൾ ബന്ധമുള്ളവർക്ക് മാത്രമേ വേൽ ദീക്ഷ നൽകാൻ പളനിയിലെ സിദ്ധർ തയ്യാറാവുകയുള്ളൂ എന്നും പറയാറുണ്ട്. നിങ്ങൾക്കിത് ദീക്ഷയായി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് മുരുകൻ്റെ അനുഗ്രഹമായി കാണുക. ഇവ രണ്ടും വിജയകരമായി പൂർത്തീകരിക്കുന്ന മുരുകഭക്തർക്ക് നിഗൂഢമായ നവപാഷാണ സാധന ഗുരുവിൽ നിന്ന് ലഭിക്കും. ഈ സാധനയുടെ ശക്തി അപാരമാണ്. ഉദാഹരണത്തിന് ഭക്തിമാർഗത്തിലുള്ള എല്ലാ വിദ്യകളും ഇഷ്ടദേവതയുമായി ഒരു സോൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ ഫലമായി ഭക്തൻ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് അവരുടെ ഇഷ്ടദേവതയുമായി ലയിച്ചു ചേരാനുള്ള അവസരം ഉണ്ടാകും. ഇതിനെയാണ് ടെക്നിക്കലി മുക്തി എന്ന് പറയുന്നത്. എന്നാൽ നവപാഷാണ സാധന ശരീരം ഉപേക്ഷിക്കുമ്പോഴല്ല, മറിച്ച് അതുള്ളപ്പോൾ തന്നെ മുരുകൻ്റെ സൂക്ഷ്മ ശരീരമായി സ്വയം മാറാനാണ് ശ്രമിക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഇതെത്ര കഠിനമാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ഈ സാധനയുടെ രഹസ്യ സ്വഭാവം കണക്കിലെടുത്ത് മുരുകഭക്തരിൽ ഏറ്റവും ശ്രേഷ്ഠരായ, മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ മുരുകന് ഏറ്റവും പ്രിയപ്പെട്ട സാധകർക്കായിരിക്കും ഇത് പഠിക്കാൻ യോഗ്യത ഉണ്ടാവുക. അവ പൂർത്തീകരിക്കാനുള്ള യഥാർത്ഥ നിയമങ്ങളും വിധികളും ഇന്നും അദൃശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മറ്റു ദേവതാ സമ്പ്രദായങ്ങൾ ഭക്തിക്ക് പ്രാധാന്യം നൽകുമ്പോൾ ഷൺമുഖൻ നിയമങ്ങൾ പാലിച്ചുള്ള സാധന പരിശീലനത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് ഭക്തി കൊണ്ട് മുരുകൻ്റെ സാന്നിധ്യം അനുഭവിച്ചേക്കാം, പക്ഷേ ആ മുരുകനെ തന്നെ നേരിട്ട് അനുഭവിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാധനാ പരമ്പര തന്നെയാണ് ഏകമാർഗം. മുൻപ് പറഞ്ഞ 3 പരിശീലനങ്ങളും അതിനുള്ള ഉദാഹരണങ്ങളാണ്.